وأنت تخترقه سبع الطباق بهم في موكب كنت فيه صاحب العالمين. وأنت تخترق ആ മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങ് തുളച്ചു കയറുകയായിരുന്നു അസ്സബഅ തിബാഖ് 7 പടികളെയും 7 ആകാശങ്ങളെയും. സബഅ സമാവാത്തിൻ തിബാഖ എന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്തിലേക്കുള്ള സൂചനയാണ്. ബിഹിം ആ അമ്പിയാക്കളുടെ ചാരത്തുകൂടെ, അഥവാ 7 ആകാശത്തും ഓരോ ആകാശത്തിലും വ്യത്യസ്തരായ അമ്പിയാക്കളുടെ നേതൃത്വത്തിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു. ഫീ മൗക്കിബിൻ ഒരു സംഘത്തിലായി. എങ്ങനെയുള്ള സംഘമാണ്? കുന്ത ഫീഹി ആ സംഘത്തിൽ അങ്ങായിരുന്നു. സ്വാഹിബൽ ആലമി പതാകവാഹകർ അഥവാ നേതൃത്വം. അങ്ങ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തിലായി അങ്ങ് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഏതാണ് ആ സംഘം? അത് മലായിക്കത്തിന്റെ സംഘമാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മിഅ്റാജിന്റെ യാത്രയിൽ കൂടെയുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മറ്റു മാലാഖമാരൊക്കെ ഈ യാത്രയിൽ അകമ്പടി സേവിക്കുകയാണ്. അങ്ങനെ സിദ്റത്തുൽ മുൻതഹ എന്ന ആ ഒരു പൊസിഷൻ വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ട്. പിന്നീട് അങ്ങോട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി പറയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, 7 ആകാശങ്ങളിലെ ഓരോ ആകാശങ്ങളിലും വ്യത്യസ്തരായ അമ്പിയാക്കളുടെ നേതൃത്വത്തിലാണ് സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 1-ാം ആകാശത്ത് ആദം നബിയും, 2-ാം ആകാശത്ത് ഈസാ നബിയും, 3-ാം ആകാശത്ത് യൂസുഫ് നബിയും, 4-ാം ആകാശത്ത് ഇദ്രീസ് നബിയും, 5-ാം ആകാശത്ത് ഹാറൂൻ നബിയും, 6-ാം ആകാശത്ത് മൂസാ നബിയും, 7-ാം ആകാശത്ത് ഇബ്രാഹിം നബിയും അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള ഈ ഓർഡർ അനുസരിച്ചാണ് സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 1-ാം ആകാശത്ത് ആദം നബിയാണ്, അവസാനത്തെ 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇവർ രണ്ടുപേരും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണ്.